ഹായ് മക്കളെ, ലേണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇഗ്നോ പഠിതാക്കൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ള PG തരത്തിൽ പഠിക്കാനുള്ള MCO23 അല്ലേ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. വളരെ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ട് എക്സാമിന് ചോദിക്കാവുന്ന ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അനലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഡിസംബറിൽ 2026 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, അതോടൊപ്പം അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എന്തൊക്കെ വളരെ മിനിമം വേർഡിൽ അങ്ങനെ മാക്സിമം പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതാന്നുള്ള ആൻസർ ഇതിനകത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്ന ലിങ്ക് കൊടുക്കുന്നത് അതിൽ കോൺടാക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് പെട്ടെന്ന് നിങ്ങൾക്ക് റീപ്ലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു PDF തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അഥവാ ഈ ഒരു PDF നിങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ലെങ്കിൽ ഈ 13 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെ സ്ട്രാറ്റജി എന്ന് തുടങ്ങുന്ന ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മുതൽ ഈ 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് കണ്ണോടിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് മാത്രം പോവാട്ടോ. വളരെ നമുക്ക് ഈ ഒരു PDF ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ലാഗാക്കുന്ന ലേണിക്സിന്റെ ഈ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ധാരാളം നമ്മൾ പ്രൊഡക്റ്റീവ് ഗസ്റ്റ് പേപ്പർ വ്യത്യസ്ത സബ്ജക്റ്റിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പല വിദ്യാർത്ഥികളും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമുക്ക് വിളിച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ട് അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിൽ മാക്സിമം നമ്മളൊരു 5 വർഷത്തെ ഇഗ്നോന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. 5 വർഷത്തെ ഒരു പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം 60-75 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇഗ്നോന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല വിദ്യാർത്ഥികൾക്കും ഇഗ്നോന്റെ സ്റ്റൈലിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അതുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു PDF നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെയാണ് നമുക്ക് എക്സാം ആൻസർ ചെയ്താന്നുള്ളതാണ് കറക്റ്റ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുന്ന അവലോകനം ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കൂ MCO23 അല്ലേ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇഗ്നോ യൂണിവേഴ്സിറ്റി മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഫ്രം ഇഗ്നോ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തിയറി പേപ്പറാണ് MCO23 എന്ന് പറയുന്നത്. ഗസ്റ്റ് പേപ്പറാണ് മക്കളെ തയ്യാറാക്കിയിട്ടുള്ളത്. ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആരെയാണ്? ജൂൺ 2026, ഡിസംബർ 2026, 2026 എക്സാം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കൂ. 13 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ടോട്ടൽ 13 ക്വസ്റ്റ്യൻ ഇഗ്നോ ചോദിക്കാൻ ചാൻസ് ഉള്ള 13 പ്രധാനപ്പെട്ട മേജർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്രമല്ല 4 ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 4 ബ്ലോക്കാണ് നമുക്കുള്ളത്, അത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെയോ 14 പേജ് ഓഫ് ആൻസേഴ്സ്, അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർക്ക് നമ്മൾ എന്ത് ചെയ്തതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നോക്കൂ, ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, ഈ PDF നിങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങൽ നിർബന്ധമുള്ള കാര്യമല്ല. PDF വാങ്ങുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് കേട്ടോ മക്കളെ. ഈ 13 ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് നോക്കിപ്പോയതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം മാർക്ക് വാങ്ങാന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട് സാറേ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത്. ഇതൊരു റിവിഷൻ ആയിട്ട് നിങ്ങൾ കാണണം എന്നാണ് നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ഇഗ്നോന്റെ പേപ്പർ നമുക്ക് ചോർന്ന് കിട്ടിയതോ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇഗ്നോന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നമ്മൾ മൊത്തത്തിൽ അനലോകം ചെയ്യുന്ന സമയത്തുള്ള ഒരു 5 വർഷത്തെ ഒരു പ്രീവിയസ് നോക്കി പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ സാധിക്കും. ഇവിടെ നോക്കും, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ജൂൺ 2025 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവലോകനം ചെയ്ത് നോക്കി ഇവിടെ. അതേപോലെ തന്നെ ഇത് നോക്കി 2024 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കി ഓരോന്നായിട്ട് ഇവിടെ അവലോകനം ചെയ്ത സമയത്ത് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കട്ടോ, ഡിസംബർ 2025 ഓക്കെ, ഡിസംബർ 2025 ക്വസ്റ്റ്യൻ അഥവാ ലാസ്റ്റ് എക്സാം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ചോദിച്ചതാണ്. അപ്പോൾ നോക്കി ഇതിനൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കി എന്താണെന്നുള്ളത്. വാട്ട് ഇസ് സ്ട്രാറ്റജി എന്നുള്ള എന്താ ക്വസ്റ്റ്യൻ ആദ്യം എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിന് വരുന്നുണ്ട്. മീനിങ് ഓഫ് സ്ട്രാറ്റജി ഇവിടെയും വന്നിട്ടുണ്ട്. ഇതിലും പാടെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തെ എക്സാമിന് അഥവാ ജൂൺ 2025 എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതിന്റെ വ്യത്യസ്ത പോയിന്റുകളാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യും, 10 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് വീതമൊക്കെ ആയിട്ട് 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അവലോകനം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് മക്കളെ തയ്യാറാക്കിയിട്ടുള്ളത്. ഗസ്റ്റ് പേപ്പർ നോക്കൂ. പ്രധാനപ്പെട്ട പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മൾ കംപ്ലീറ്റ് ഇഗ്നോ ബുക്കിൽ നിന്ന് മാത്രം റെഫർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ബാക്കിയുള്ള ജെമിനി, ചാറ്റ് GPT പോലത്തെ ടൂൾ വെച്ചിട്ട് മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതല്ല. ഇവിടെ നമ്മൾ ഇഗ്നോ ബുക്കിൽ നിന്ന് ഒഫീഷ്യലായിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പ്ലസ് ആൻസേഴ്സ് മാത്രമേ ഇവിടെ അകത്ത് വരുന്നുള്ളൂ. ബ്ലോക്ക് വൈസ് മാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓരോ ബ്ലോക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 4 ബ്ലോക്ക് ഉണ്ട് അല്ലേ. അതേപോലെ ലാസ്റ്റ് 5 എക്സാം അനലൈസ് ചെയ്തിട്ടുണ്ട്.
അഥവാ ലാസ്റ്റത്തെ ഒരു 5 പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റ് പേപ്പറാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്ട്രാറ്റജി, മീനിങ്, ലെവൽസ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത്? നമ്മുടെ പേപ്പറിന്റെ പേരെന്താണ്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അല്ലേ? ബികോം അല്ലെങ്കിൽ എംകോം പഠിതാക്കൾക്ക് പ്രധാനപ്പെട്ടുള്ള ഒരു പേപ്പറാണ് സ്ട്രാറ്റജി എന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മീനിങ്, ലെവൽസ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ ജസ്റ്റ് ഞാൻ താഴേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഒരു ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഗ്നോയുടെ സ്റ്റൈലിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഇങ്ങനെയാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്ത്? മീനിങ്, ലെവൽസ് ആൻഡ് ഇമ്പോർട്ടൻസ്. അഥവാ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ട്രാറ്റജി അല്ലേ? ഇങ്ങനെ ആയിരിക്കും മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എന്താണ് സ്ട്രാറ്റജി? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കണം. അതപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് നോക്കുന്ന ആളുകൾക്ക് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? 1 മാർക്ക് അഥവാ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിസ്കസ് ദ ലെവൽസ്. അപ്പം എന്ത് ചെയ്യണം? ലെവലുകൾ അതിന് എന്ത് ചെയ്യണം? അതിന് ഏതൊക്കെ തരത്തിലുള്ള ലെവലുകളാണുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. അതിന് നോക്ക് 10 മാർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്ട്രാറ്റജി അതിനും എന്ത് ചെയ്യുന്നുണ്ട്? 6 മാർക്ക് വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടതിൽ ലെവൽസ് തന്നെയാണ്, ഇതിന്റെ ഓരോ ഘട്ടങ്ങളാണ് പറയാനുള്ളത് അല്ലേ? നമുക്ക് ടോട്ടൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നോക്കൂ മക്കളെ, ലാസ്റ്റ് 25 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2025 ഡിസംബർ ആണ്. അപ്പൊ ഇത് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പറ്റും. ലാസ്റ്റത്തെ 3 എക്സാമിന് ഇത് ഇവിടെ കൊടുത്തതാണ്. ലാസ്റ്റത്തെ 5 എക്സാം ഞാൻ നോക്കിയില്ലേ, ഇവിടെ നോക്കും നമ്മൾ ഇത് മൊത്തം നോക്കിയ സമയത്ത് ഇതിനകത്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ഒരു 5 എക്സാമിന് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 450 വേർഡ്സ് നമ്മൾ ആൻസർ ഇവിടെ എഴുതണം മക്കളെ. 450 ക്യാരക്ടർ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ ആൻസറുകൾ അവിടെ എഴുതേണ്ടതാണ്. എന്തൊക്കെയാണ് ആൻസർ, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആക്കിയിട്ട് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കി പോയാൽ തന്നെ നിങ്ങളുടെ 5 പേപ്പർ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. നിങ്ങൾ ഇഗ്നോ സ്റ്റൈലിൽ ആൻസർ എഴുതുന്ന സമയത്ത് മക്കൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. മീനിങ് ഓഫ് സ്ട്രാറ്റജി അല്ലേ? സ്ട്രാറ്റജി എന്നുള്ള മീനിങ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് അതിനെപ്പറ്റി ജസ്റ്റ് ഇവിടെ കൊടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണെന്നുള്ളത് ആ മീനിങ് ഒന്ന് നമുക്ക് നമ്മുടെ ഒരു ഭാഷയിലായിക്കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാട്ടോ. ഈ ഒരു PDF വാങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാനോ ബാക്കിയുള്ള എല്ലാ പർപ്പസിനും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ രൂപത്തിൽ വാട്സപ്പിൽ PDF ആണ് നമ്മൾ അയച്ചു തരുന്നത്. അപ്പൊ സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ പറഞ്ഞു ഈ ഭാഗം നിങ്ങൾ കറക്റ്റ് ഇത് വായിക്കണം. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നോക്കിയിട്ട് എക്സാം ഹാളിലേക്ക് പോവുക. അപ്പൊ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് എന്ത് ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പഠിക്കാൻ പറ്റും. ഇത് എന്താണെന്നുള്ളത് സ്ട്രാറ്റജി എന്നുള്ള മനസ്സിലാവും അല്ലേ? എന്നിട്ട് അതിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അല്ലേ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഡബിൾ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിന് ഇതേപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് തന്നെയാണ് എഴുതേണ്ടത്. ഈ ഒരു 3 വരി അത്യാവശ്യം നമുക്ക് നമ്മുടെ പേപ്പറിൽ എഴുതുമ്പോൾ 5-6 വരിയിലേക്ക് ഇത് പോകും. ഏകദേശം ഈ ഒരു ഭാഗം ഈ ഭാഗം എഴുതുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യും? നമുക്ക് അല്ലേ കുറച്ച് ഹെഡിങ് ഒക്കെ വിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ വിടുമ്പോൾ ഒന്നാമത്തെ പേജ് ഏകദേശം നിങ്ങൾക്ക് ഫുള്ളാകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത പോയിന്റ് ആക്കിയിട്ട് അല്ലേ ദ 5 PS ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ 2005 പ്രകാരമുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആ ഒരു ലെവൽ എന്ത് ചെയ്യാൻ പറ്റും? സോറി, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 PS നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. പാറ്റേൺ, പ്ലാന്, പൊസിഷൻ, പെർസ്പെക്റ്റീവ്, അതേപോലെ എംപ്ലോയി അല്ലേ? ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം മക്കളെ. നിങ്ങൾ ഇതേപോലെ തന്നെ ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇവിടെ എന്ത് ചെയ്യണം? എന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റുകൾ ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യണം. ഓരോന്നും 5 പോയിന്റുകൾ ഇതേപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ പ്രധാനപ്പെട്ട പോയിന്റ് മക്കളെ പഠിക്കാതെ പോകരുത്. ദെൻ താഴെ ഭാഗത്ത് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി എന്നുള്ള ഭാഗം നമ്മൾ കൊടുക്കുന്നു. ഈ പ്രധാനപ്പെട്ട 3 ലെവൽ നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഈ ഒരു ലെവൽസ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് എന്ന് മെയിൻ ആയിട്ട് കൊടുക്കുക, സെന്ററിൽ കൊടുക്കുക. എന്നിട്ട് ഇത് ഐ ക്യാപ്ചറിങ് ആവുന്ന രൂപത്തിൽ നോക്കുന്ന ആളുകൾക്ക് നമുക്കൊരു ഗ്രാഫ് രൂപത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷണൽ ലെവൽ അല്ലേ? ഇതൊരു 3 പാർട്ടാക്കിയിട്ട് ഒന്ന് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെയൊക്കെ സൈഡിലേക്ക് ഒരു സ്കെയിൽ കൊണ്ട് ഇതൊക്കെ വരച്ചിട്ട് ഈ ഒരു ഗ്രാഫ് രൂപത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. സെന്ററിലെ ലെവൽ ഓഫ് സ്ട്രാറ്റജി എന്ന് കൊടുക്കുക. നിങ്ങൾ ഐഡിയ പോലെ ചെയ്യാൻ വൃത്തിയാകുന്ന രൂപത്തിൽ നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഐ ക്യാപ്ചറിങ് ആവുന്ന രൂപത്തിൽ ചെയ്യുക. എന്നിട്ട് ഹെർ ഡീറ്റെയിൽഡ് വിശദീകരണം പറഞ്ഞിട്ട് താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ വിശദീകരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? താഴെ ഭാഗത്ത് കോർപ്പറേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്തേപോലെ എഴുതി കൊടുക്കുക. ഓരോ ബിസിനസ് ലെവൽ എന്താണെന്നുള്ളത് ഫംഗ്ഷൻ ഓരോ നിങ്ങൾ എന്ത് ചെയ്ത് വിശദീകരിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത്യാവശ്യം നമ്മുടെ ഒരു പേപ്പറൊക്കെ ഏകദേശം ഫുള്ളായി സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി എന്നുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം? നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? സ്കെയിൽ കൊണ്ടുപോകണം.
അതേപോലെ പെൻസിൽ കൊണ്ടുപോകണം. തിയറി പേപ്പർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് പേന മാത്രം കൊണ്ടുപോകരുത് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യണം, ഹെഡിങ്ങിന് അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓരോ ഹെഡിങ്ങിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നോക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഐ ക്യാപ്ചറിങ് ആവണം. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഇവിടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ഇവിടെ എഴുതി കൊടുക്കണം. സ്ട്രാറ്റജീസ് ദ മീൻസ് ബിച്ചുവായി എന്ന് പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റിൽ നിന്നൊക്കെ ഒരു കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗം എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ എഴുതി കൊടുക്കണം. ഇങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് നോക്കുന്ന ആളിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ബുക്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേറെ എന്തുണ്ടാവും, നമുക്ക് കഴിയും. അതൊക്കെ പാടെ നമുക്ക് പഠിച്ചു പോകുക എന്നുള്ളത് എന്ത് ചെയ്യില്ല, ഒരു പോസിബിളായ വേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ മാർക്ക് കിട്ടുന്ന രൂപത്തിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കി പോയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും ഇതേപോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു PDF ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ PDF-ലേക്കായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു PDF പറഞ്ഞ് അയച്ചു തരുന്നതാണ് കേട്ടോ. ചെറിയ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് ഈടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് താങ്ങാവുന്ന രൂപത്തിലുള്ള ഒരു എമൗണ്ട് മാത്രമായിരിക്കും വരിക. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു ക്വസ്റ്റ്യൻ പാടെ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ലേ, ഡെഫിനിഷൻസ് മോഡൽസ്. ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കഴിഞ്ഞൊരു എക്സാമിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 4 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇഗ്നോന്റെ ഒരു സ്റ്റൈലിൽ നിന്ന് അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 2 ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത്യാവശ്യം പാസ്സാവാനുള്ള മാർക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻസ് മോഡൽസ് എങ്ങനെയാണെന്നുള്ളത് വരണം. പിന്നെ കോമ്പറേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫോർമുലേഷൻ എങ്ങനെ, അതേപോലെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കാര്യങ്ങളാണ് വരുന്നത്. ഇതും എന്ത് ചെയ്യണം നിങ്ങൾ. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്നുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫോർമുലേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ എന്ത് ചെയ്യാണ്, പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് എന്ത്, ഡിഫറൻഷിയേഷൻ എന്നുള്ളത് അല്ലേ. അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, റിസ്ക് എന്താണെന്നുള്ളതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. മക്കളെ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ. ഈ ഒരു കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട PDF വാങ്ങുന്നില്ലെങ്കിലും ഈ പ്രധാനപ്പെട്ട ഈ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പഠിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത ക്ലാസ്സുകൾ കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് പാസ്സാവാനൊക്കെ പറ്റുന്നതാണ്. നമ്മളെ PDF തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു PDF ഉപകാരപ്പെടും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ എക്സാം എഴുതി നമ്മൾ ചോദിച്ചതുപോലെ എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഒന്ന് പറയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇവിടെ കമൻറ്റ് ചെയ്യണം. എന്നാൽ വരുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. അടുത്ത് നോക്കൂ, എക്സ്റ്റേണൽ ആൻഡ് VS ഇന്റേണൽ എൻവിറോൺമെന്റ് അനാലിസിസ് ഇല്ലേ. ഇത് പരീക്ഷയ്ക്ക് വളരെ എന്തായാലും പ്രഡിക്റ്റീവായി ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം മക്കളെ. ആറാമത്തെ നോക്കൂ, സ്റ്റെപ്സ് ഫാക്ടേഴ്സ് ഇല്ലേ, എന്താണ് പെസ്റ്റിൽ അനാലിസിസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ. ഇത് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ക്യാരക്ടറിസം, പ്രോസസ്സിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം പോകാൻ. അതേപോലെ തന്നെ EPRG എന്നുള്ള ഫ്രെയിം വർക്കിലെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതെന്താണ് നിങ്ങൾ അതേപോലെ നോക്കിയിട്ട് പോവാ കേട്ടോ. പിന്നെ ഓരോന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വിശദീകരിക്കുന്നില്ല ഓരോന്നല്ലേ. പിന്നെന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ, അതിന്റെ മീനിങ്, ടൈപ്പ് എന്നുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം മക്കളെ. സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്, അതിന്റെ പ്രോസസ്സ് ടൈപ്സ് എന്താണെന്നുള്ളത് വരും. അതേപോലെ RBV എന്നുള്ളത് അല്ലെ, റിസോഴ്സ് ബേസ്ഡ് വ്യൂ എന്നുള്ള ഭാഗം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. പിന്നെ ബിസിനസ് പോർട്ട്ഫോളിയോ അല്ലെ അനാലിസിസ് BCG, ഈ ഭാഗം എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. പിന്നെയോ ഷോർട്ട് നോട്ട് എഴുതാൻ എന്തായാലും ഉണ്ടാവും, പരീക്ഷയ്ക്ക് ഷോർട്ട് നോട്ട് എഴുതാനുണ്ടാവും. മേ ബി നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ട ചാൻസ് ഉള്ള ഒരു 4 പോയിന്റാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണോ വരുന്നത് ഒരു 4 പോയിന്റ് നിങ്ങൾ അത് നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ സാധ്യമല്ല. എന്നാലും നമ്മൾ പ്രധാനപ്പെട്ട കഴിഞ്ഞൊരു എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 പോയിന്റ് എന്ത് ചെയ്തിട്ട് 4 സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെന്തായാലും തീർച്ചയായിട്ടും ഇത് നോക്കി പോകണം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാതിരിക്കില്ല. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പ്രഡിക്റ്റീവ് അല്ല, എന്നാലും നമുക്ക് അവർക്ക് ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ തയ്യാറാകാൻ വേണ്ടിയിട്ട്. മക്കൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു 13 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 12 ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിൻ്റെ മുമ്പ് തീർച്ചയായിട്ടും കവർ ചെയ്തിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോവുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പാടെ നമുക്ക് ഇവിടെ വിശദീകരിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
മക്കളെ ക്വസ്റ്റ്യൻ നോക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സ്റ്റേണൽ VS ഇന്റേണൽ എൻവയോൺമെന്റ് അനാലിസിസിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഹൈ ആണ് കേട്ടോ. അതാണ് റെഡിൽ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6, 4 ഒക്കെ രണ്ടും പാടെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുള്ളത്. ലാസ്റ്റ് 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2023 എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ്, ഇതിനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള താരതമ്യം ചെയ്തൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് വിത്ത് എക്സാമ്പിൾ അല്ലേ. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് എക്സാമ്പിൾ അടക്കം എന്ത് ചെയ്യണം ഇവിടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഥവാ 2ഉം 10 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. 450 വേർഡാണ്, പ്രധാനപ്പെട്ട 2 പോയിന്റ് ആയതുകൊണ്ട് തന്നെ 10 മാർക്കിനാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. മീനിങ് എന്ന് കൊടുത്തിട്ട് ഓരോന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ ഒരു മീനിങ് കാര്യങ്ങളൂടെ കൊടുക്കുക. ദെൻ താഴെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ദെൻ താഴെ ഭാഗത്ത് ഇത് രണ്ടും കമ്പാരിസൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുലേഷൻ രൂപത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഒരു ഭാഗം കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ ഗ്രാഫൊക്കെ വരച്ച് കല്ലൊക്കെ വരച്ചിട്ട് ഇതേപോലെ തന്നെ അത് ഓരോന്ന് ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ ടൂള് അതിൻ്റെ കൺസേൺ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഇല്ലേ, എക്സ്റ്റേണൽ അനാലിസിസിൻ്റെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശദീകരിക്കും. ഓരോന്നായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അല്ലേ, സ്കാനിങ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പാടെ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നല്ല രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും. മാത്രമല്ല എക്സാമിന് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നല്ല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF ഇത്രയാണ് വരുന്നത്. ഓരോ PDF നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. PDF ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ ഹായ് ഇടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ ഇതിൻ്റെ ഒരു കോഡ് അയക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു കീവേഡ് നമ്മളിതിലേക്ക് അയക്കാന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻ പ്രകാരം നിങ്ങൾക്ക് റീപ്ലൈ വരുന്നതാണ്. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഇനി മക്കളെ ആർക്കെങ്കിലും നിങ്ങൾക്ക് വരുന്ന ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഇതേപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗസ്റ്റ് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ ആയിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബിൽ ലേണിങ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനുവേണ്ടി സപ്പോർട്ട് മുഴുവൻ തരുന്നതാണ്. ഇതുവരെ നമ്മളെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തി വെച്ചിട്ടില്ലെങ്കിൽ അതും പാടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈൽ ഫോണിലോ നിങ്ങൾ എവിടെയാണുള്ളത് ഡിവൈസിലേക്ക് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ എക്സാമിനും വേണ്ട പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ മക്കളെ, താങ്ക്